ഫേസ് ലിഫ്റ്റഡ് കിയ സോണറ്റ് ആണ് എൻ്റെ ഒപ്പം എന്നുള്ളത്. ഇതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം. ഡിസൈനിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് ഇപ്പോൾ കുറച്ചുകൂടി മസ്കുലറായി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കുറച്ചും കൂടി സ്ക്വയർ കട്ട് ആയിട്ടുള്ളൊരു ഓവറോൾ തീമാണ് ഇവിടെ കിയ കൊടുത്തിട്ടുള്ളത്. അതിനെ മെയിനായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇവിടെ വലിയൊരു ടൈഗർ നോസ് ഗ്രില്ല് വന്നിട്ടുണ്ട്. മുന്നത്തെ കിയ സോണറ്റിൽ നമുക്ക് കുറച്ചും കൂടി സ്മോളറായിട്ടുള്ള ഗ്രില്ലായിരുന്നു. ഇവിടെ കുറച്ചും കൂടി വലിയ ഗ്രില്ല് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടും നമ്മുടെ ഫുൾ ഒരു LED ലൈറ്റിംഗ് സെറ്റപ്പിലാണ്. കിയ ഇതിനെ വിളിക്കുന്നത് സിഗ്നേച്ചർ സ്റ്റാർ മാപ്പ് LED ലൈറ്റിംഗ് കോൺസെപ്റ്റ് എന്നൊക്കെയാണ്. എന്തൊക്കെയാലും ഇവിടെ ക്രൗൺ ജുവൽ ഒരു സെറ്റപ്പിലുള്ള ഫ്രണ്ട് ഹെഡ് ലാമ്പ്സ് നമുക്ക് കാണാൻ പറ്റും. അതിന് DRL നല്ല അഗ്രസീവായിട്ട് നല്ല സ്ക്വയർ കട്ടായിട്ടാണ് ഇവിടെ കിയ കൊടുത്തിട്ടുള്ളത്. പഴയ ഔട്ട് ഗോയിങ് സോണറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഹസ് ബിക്കം വെരി മച്ച് സ്ക്വയർഡ് ഔട്ട്. കുറച്ചും കൂടി നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ തീമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ഒരു പുതിയ സെറ്റ് ഓഫ് ഫോഗ് ലാംപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരുപാട് ഇൻസേർട്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 സ്കിഡ് പ്ലേറ്റ് കൈൻഡ് ഓഫ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ലിൽ കാണുന്ന അതേ ഒരു ഫിനിഷാണ് അവിടെ താഴെയും കൊടുത്തിട്ടുള്ളത്. ഓവറോൾ ഇറ്റ് ലുക്സ് സോ ഗുഡ്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? കാണാൻ എങ്ങനെയുണ്ട് പുതിയ സോണറ്റ്? താഴെ കമൻറ്റിൽ പറയാം. സൈഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു പ്രധാന മാറ്റം എടുത്ത് പറയാനുള്ളത് പുതിയ അലോയ് വീൽസിൻ്റെ ഡിസൈനാണ്. 3 16" അലോയ് വീൽ ഓപ്ഷനാണ് നമുക്ക് പല ലൈൻസിലായിട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ GT ലൈനാണ്. GT ലൈനിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടെക് ലൈനും ഉണ്ട്, എക്സ് ലൈനും ഉണ്ട്. ഈ 2 ലൈൻസിലും വേറെ ഒരു പാറ്റേണുള്ള 16" അലോയ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ചും കൂടി താഴോട്ട് വയ്ക്കാൻ നമുക്ക് ബേസ് മോഡലിൽ ഒരു വീൽ കവറാണ് കാണാൻ പറ്റുന്നത്. 15" റിംസാണ് നമുക്കതിൽ വരുന്നത്. മറ്റ് വലിയ പ്രധാന മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ പറ്റും. ഒരു സിലോട്ട് പഴയ സോണിനെ ഒരുപാട് മാച്ച് ചെയ്യുന്ന രീതി തന്നെയാണ്. 360 ക്യാമറ ഒരു അഡീഷൻ തന്നെയാണ്. ഇനി നമുക്ക് ബാക്കിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് നോക്കാം. റിയറിലോട്ട് വരുമ്പോഴും ആ ഒരു തീം അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുകയാണ് കിയ. നമ്മൾ സെൽറ്റോസിൽ കണ്ടതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പുതിയ ഡിസൈൻ. സെൽറ്റോസിലും സോണറ്റിലും എല്ലാം പണ്ടത്തെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ഹൊറിസോണ്ടലായിരുന്നു. ഇപ്പോൾ അത് മാറ്റി ഒരു വെർട്ടിക്കൽ സെറ്റപ്പിലോട്ടാണ് ഇപ്പോൾ ടെയിൽ ലാമ്പ്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് കണക്ട് ചെയ്യുന്ന ഒരു ഫുൾ LED സ്ട്രിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കി ഫ്ലഷിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ചേഞ്ച് ഒന്നുമില്ല. ഇവൻ ഇപ്പോൾ ഫ്രണ്ട് എൻഡ് നോക്കിക്കഴിഞ്ഞാലും ബോണറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇവിടെയും ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ മാറ്റം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, അതുപോലെ കുറച്ച് ഇൻസേർട്സിൻ്റെ മാറ്റം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് എ സോണറ്റ് ഓൺലി. അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റഡ് ആയ കിയ സോണറ്റിൻ്റെ ഇൻറ്റീരിയറിലാണ് നമ്മളുള്ളത്. ഏറ്റവും വലിയൊരു ചേഞ്ച് നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന ഒരു പുതിയ 10.25 ഇഞ്ചിൻ്റെ LCD ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. നമ്മൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്കറിയാം വളരെ ബേസിക് ആയിട്ടൊരു കാൽക്കുലേറ്റർ കൈൻഡ് ഓഫ് ഫീലായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അത് മാറിയപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി അപ്പ് മാർക്കറ്റായി നമുക്ക് വേണ്ടി പറയാൻ പറ്റും. അതിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. സോ 2 LCD സ്ക്രീൻസാണ് നമുക്ക് ഇവിടെ ആഡ് ആയി വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രധാന ചേഞ്ച് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ്. കിയ കാരൻസിലാണ് ഇവർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യയുടെ പുതിയ സേഫ്റ്റി നോംസ് വെച്ചിട്ട് 6 എയർ ബാഗ് നിർബന്ധമാക്കാൻ പോവുകയാണ് എല്ലാ കാറുകളിലും. സോ കിയ അതിന് ഒരുങ്ങുകയാണ്. എല്ലാ മോഡൽസിനും 6 എയർ ബാഗ്സ് കൊണ്ടുവന്നിട്ട്. പിന്നെ മറ്റൊരു പ്രധാന ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഉള്ളിൽ വന്നുള്ള കളർ തീംസിലാണ്. അപ്പോൾസ്റ്ററി, ഡോർ പാഡ്സ് അങ്ങനെയുള്ള കളേഴ്സിലൊക്കെ വന്നിട്ടുള്ള മാറ്റമാണ്. 3 ലൈൻസാണ് വരുന്നത്. GT ലൈൻ, ടെക് ലൈൻ, എക്സ് ലൈൻ. നമ്മളിപ്പോൾ ഉള്ളത് GT ലൈനിലാണ്. GT ലൈനിൽ നമുക്ക് കാണാൻ പറ്റും കൂടുതലും പ്രിഡോമിനൻ്റ്ലി ബ്ലാക്ക് കളറിലാണ്. പക്ഷേ ഇൻറ്റീരിയറിൽ കുറച്ച് വൈറ്റ് കളർ ഇൻസേർട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി ടെക് ലൈനിലും എക്സ് ലൈനിലും നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഒരു ബ്രൗൺ കളറെല്ലാം വരുന്നുണ്ട്. ദാറ്റ് ലുക്സ് റിയലി ഗുഡ്. അത് മാത്രമല്ല കുറേ വോയിസ് കമാൻഡ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് വോയിസ് കമാൻഡ്സ്, അതായത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നമ്മൾ കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ മ്യൂസിക്കിൻ്റെ വോളിയം കൂട്ടുക, കുറയ്ക്കുക, നമ്മുടെ സൺറൂഫ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് ഫംഗ്ഷൻസ് ഇവിടെ കിയ ആഡ് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ബിഗ് അപ്ഗ്രേഡ് തന്നെയാണ് ഇപ്പോൾ സോണറ്റിൽ കിയ വരുത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അപ് ടു 25 മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സും കിയ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 10 നമ്മുടെ എഡാസ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഒരു ഫുൾ ഫ്ലഡ്ജ് ഓഫ് എഡാസ് ഫീച്ചേഴ്സും നമുക്ക് കിയ സോണറ്റിൽ ലഭിക്കുന്നുണ്ട്. കിയ സോണറ്റിൻ്റെ ബാക്ക് സീറ്റിൽ സ്പേസും കാര്യങ്ങളൊന്നും മാറ്റം വന്നിട്ടില്ല. നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട അപ്പോൾസ്റ്ററിയിൽ വന്നിട്ടുള്ള മാറ്റം തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളൂ. പക്ഷേ പ്രധാന ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു സൺ ബ്ലൈൻഡ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് തന്നെ കിയ തരുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ കിയ സോണറ്റിൻ്റെ എഞ്ചിൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ആക്ച്വലി നമ്മുടെ പഴയ 3 എഞ്ചിൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 1 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ടെർബോ ഡീസൽ എഞ്ചിൻ, 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ. ഈ 3 എഞ്ചിൻസ് അതേപോലെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ സ്ക്രീനിലേക്ക് കാണിച്ചു തരാം. ഇനി മറ്റൊരു കാര്യം ട്രാൻസ്മിഷനാണ്. ട്രാൻസ്മിഷൻ ഓപ്ഷൻ നമുക്ക് 5 ട്രാൻസ്മിഷൻ ആണ് കിയ ഓഫർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് 7 സ്പീഡ് DCT, 6 സ്പീഡ് ഓട്ടോമാറ്റിക്, 6 സ്പീഡ് IMT, 6 സ്പീഡ് മാനുവൽ ആൻഡ് 5 സ്പീഡ് മാനുവൽ. ഇത്രയും ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഉള്ളത്. അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. ഏത് എഞ്ചിന് ഏത് ട്രാൻസ്മിഷനാണ് വരുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. എഞ്ചിൻ ആൻഡ് ട്രാൻസ്മിഷൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രധാന ചേഞ്ച് നമ്മുടെ ഡീസൽ മാനുവൽ വീണ്ടും റീലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. 6 സ്പീഡ് മാനുവലും 1.5 ലിറ്റർ ടെർബോ ഡീസലും ഒരു കംബാക്ക് നടത്തിയിരിക്കുകയാണ്. ഈ ഒരു വേരിയൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യോ? അതും താഴെ കമൻറ്റിൽ നിങ്ങൾ പറയണം കേട്ടോ.
കിയ സോണറ്റിന് 8 കളർ ഓപ്ഷൻസ് ആണ് ഇവിടെ കിയ കൊടുത്തിട്ടുള്ളത്. 8 മോണോട്ടോൺ കളർ ഓപ്ഷൻസ് ആണ്. ഇത് പോരെങ്കിൽ 2 ഡ്യുവൽ ടോൺ കളർ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അത് ഇന്ത്യൻ റെഡിലും വൈറ്റ് പേൾ കളറിലാണ് നമുക്ക് ഡ്യുവൽ ടോൺ കളർ ഓപ്ഷൻസ് കിട്ടുന്നത്. ഇനി ഇതൊന്നും പോരെങ്കിൽ നമുക്ക് എക്സ് ലൈനിൽ ഒരു കംപ്ലീറ്റ് മാറ്റ് ബ്ലാക്ക് കളർ ഓപ്ഷൻ നമുക്ക് സോണറ്റിൽ അവൈലബിൾ ആണ്. സോ ഇതൊക്കെയായിരുന്നു ഫേസ് ലിഫ്റ്റഡ് കിയ സോണറ്റിൻ്റെ വിശേഷങ്ങൾ. സോണറ്റ് കിയനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റേതായിട്ട് സെഗ്മെൻറ്റിൽ 13% മാർക്കറ്റ് ഷെയർ ആണ് സോണറ്റ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു ഇൻസ്റ്റൻ്റ്ലി സക്സസ്ഫുൾ ആയ പ്രൊഡക്റ്റാണ് കിയനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. സോ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, ഈ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു ഫേസ് ലിഫ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് കീപ് വാച്ചിങ് പൈലറ്റ് ഓൺ വീൽസ്.